സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. മിണ്ടായിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. സങ്കീർത്തനം 46-10 വാക്യം. ചിലപ്പോൾ ചലനത്തിലും പരിശ്രമത്തിലും കഴിയാത്തത് നിശ്ചല നിറവേറ്റുന്നു. സങ്കീർത്തനം 46-10 ദൈവം നമ്മോട് പറയുന്നു, മിണ്ടായിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ജാതികൾ കൃതിച്ചാലും ഭൂമി മാറിപ്പോയാലും മിണ്ടായിരുന്നു അവനിൽ ആശ്രയിക്കുന്നവർ കർഷങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കും എന്ന് മനസ്സിലാക്കും. മിണ്ടായിരുന്നെന്ന് അവതരിപ്പിച്ച എബ്രായ ക്രിയയെ പരിശ്രമം നടത്തുക എന്നും പരിഭാഷപ്പെടുത്താവുന്നതാണ്. നമ്മുടെ പരിമിതമായ പരിശ്രമങ്ങളിൽ ആശ്രയിക്കുന്നതിന് പകരം നാം ദൈവത്തിൽ വിശ്രമിക്കുമ്പോൾ അവൻ നമ്മുടെ അനിഷേധ്യമായ സങ്കേതവും ബലവും ആണെന്ന് നാം കണ്ടെത്തുന്നു. ഇന്ന് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് അവന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാം? എവിടെയാണ് നിങ്ങൾ അവനെ കൂടുതൽ ആശ്രയിക്കേണ്ടത്? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങിൽ ആശ്രയിപ്പാനും അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിനും ശാന്തമായ അബോധത്തിനും വിശ്രമിപ്പാനും ദയവായി എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അതിൽ നിൽക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.